പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കറിയുന്ന പോലെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയി കൊല്ലപ്പെട്ടതിന് ശേഷം ഇറാനിൽ നിന്ന് ചില പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഈ ഭീകരമായ ആക്രമണത്തിന് ഞങ്ങൾ തിരിച്ചടി നൽകും എന്നുള്ളതാണ്. മാത്രമല്ല, ഈ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഒക്കെ സൈനിക താവളങ്ങൾ ഉൾപ്പെടെയുള്ള സ്ട്രാറ്റജിക് കേന്ദ്രങ്ങൾ ആക്രമിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും തങ്ങൾക്കുണ്ട് എന്ന് ഇറാൻ ഐക്യരാഷ്ട്ര സംഘടനയെ അറിയിച്ചു കഴിഞ്ഞു. ഇവരുടെ മിലിറ്ററി സ്ട്രാറ്റജിക് സ്റ്റേഷൻസ് ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ തങ്ങൾ ആക്രമണം നടത്തും എന്ന് ഇറാൻ്റെ പ്രഖ്യാപനം വന്നു. മാത്രമല്ല, ഈ 1989 മുതൽ ഇറാനെ നയിച്ചുകൊണ്ടിരുന്ന അവരുടെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയി കൊല്ലപ്പെട്ടു. ഖമനയുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടതോടെ ഇറാനിൽ വല്ലാത്തൊരു ഷോക്കായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾക്ക്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകളും കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുമ്പോൾ തിരിച്ചടിക്കും എന്നാണ് ഇറാൻ പറയുന്നത്. എന്നാൽ ഇറാനിലെ ആക്രമണത്തിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ഇവിടെ പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട ദൃശ്യങ്ങൾ, യുദ്ധത്തിൻ്റെ ദൃശ്യങ്ങളാണ്. നമ്മൾ ചെറിയ രീതിയിലാണ് യുദ്ധത്തെക്കുറിച്ച് ഈ പുണ്യനാളിൽ പറയാൻ ആഗ്രഹിക്കുന്നെങ്കിലും യുദ്ധം കടുത്ത രീതിയിൽ തന്നെ നടക്കുകയാണ്. ഇറാൻ്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതിന് ശേഷം ഒരുപക്ഷെ ഇറാൻ തിരിച്ചടിക്കും, കരുത്തോടെ തിരിച്ചടിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഇറാന് പിന്തുണയുമായി റഷ്യയും ചൈനയും രംഗത്ത് വരുന്നു എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമുണ്ട്. രാജ്യാന്തര രാഷ്ട്രീയത്തിൽ ഇറാൻ്റെ താല്പര്യങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ചൈനയും റഷ്യയും പ്രതിജ്ഞാബദ്ധമാണെന്ന കാര്യം കൂടി കൂട്ടത്തിൽ വായിക്കണം. നമുക്ക് പെട്ടെന്ന് ഒരു ചെറിയ ഇടവേള എടുക്കണം. ഇടവേള കഴിഞ്ഞ് വേഗം നമ്മൾ മടക്കി വരും. പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ തന്നെ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഗൾഫ് നാട്ടിലെ ഏറ്റവും ലേറ്റസ്റ്റ് അവസ്ഥ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.